തേടി പോവുകയല്ല, അർഹതയുള്ള സമയത്ത് ഗുരു നമ്മിലേക്ക് വരികയാണെന്ന് സാറ് ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു ഇരുട്ടകറ്റുന്ന വെളിച്ചം എന്ന നിലയിൽ ദേവരാജ മാസ്റ്ററെ കുറിച്ചുള്ള ഗുരുസങ്കല്പം ഒന്ന് വിശദീകരിക്കാമോ? ഈ തമ്പുരു കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തമ്പുരു കണ്ടിട്ടുണ്ടോ? തമ്പുരു എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. മക്കൾക്ക് ഇവിടെ ഒരു മ്യൂസിക് ക്ലാസ് എടുക്കണം. ഞാനല്ല, ആരെങ്കിലും. അപ്പോൾ തമ്പുരു എന്ന് പറയുന്നത് ശ്രുതി മീട്ടുന്ന ഇൻസ്ട്രുമെൻ്റാണ് തമ്പുരു. ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അത് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കുടം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നീട്ടത്തിൽ ഇങ്ങനെ തമ്പുരു മീട്ടുന്ന കണ്ടിട്ടുണ്ടോ? ചില സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ചിത്ര ചേച്ചി പാടിയ ഇതൊക്കെ പാട്ടുകളിൽ ഒക്കെ സിനിമയിൽ തമ്പുരു വന്നിട്ടുണ്ട് അല്ലേ? ഇഷ്ടം പോലെ പാട്ടുകൾ. നന്ദ അതിലുണ്ടോ? ഏതൊക്കെ പാട്ടുകളുണ്ട്, എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അതാണ് തമ്പുരു. അപ്പോൾ തമ്പുരു കച്ചേരിക്ക് പിന്നിലിരുന്നാണ് തമ്പുരു മീട്ടുക. ഇപ്പോൾ ദേവരാജ മാസ്റ്റർ പറഞ്ഞു, തമ്പുരു ഈ കച്ചേരിക്ക് നീ തമ്പുരു മീട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ തമ്പുരു മീട്ടി. അത് കഴിഞ്ഞിട്ട് കച്ചേരി കഴിഞ്ഞിട്ട് ഞാൻ ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് ആ തമ്പുരു അവിടെ വച്ചിട്ട്, എനിക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നിയുകൊണ്ട് ഞാൻ തമ്പുരു അവിടെ വച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു ചെറിയൊരു പുതപ്പ് കൊണ്ട് മൂടി വെച്ചു. എന്നിട്ട് വാഷ്റൂം പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് ഞാൻ തമ്പുരു നോക്കുമ്പോഴത്തേക്കും തമ്പുരുവിൻ്റെ കുടം പൊട്ടിയിരിക്കുക. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ആ കുടം പൊട്ടിപ്പോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് പേടിയായി. മാസ്റ്ററുടെ അടുത്ത് എങ്ങനെ ഇത് പോയി പറയും, എന്ത് ചെയ്യും? തോമസ് ഓടി വിട്ടോടാ എന്ന് പറഞ്ഞ പോലെ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. അപ്പോൾ വേറൊന്നും ആലോചിക്കാൻ വന്നില്ല. അതെൻ്റെ ഇമ്മച്യൂരിറ്റി ആയിരുന്നു, അറിവില്ലായ്മയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാ പാണ്ടക്കെട്ടും അഴിച്ചു വയ്ക്കുന്നത് അമ്മയുടെ അടുത്താണല്ലോ. അപ്പോൾ അമ്മയുടെ അടുത്ത് പറയുന്നു, അമ്മ ഇങ്ങനൊരു ഒന്ന് പറ്റിപ്പോയി, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ അമ്മയുടെ ശരവർഷം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും ഇവിടെ പറയാൻ കൊള്ളില്ല, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അമ്മ അതൊക്കെ പറഞ്ഞു, അതൊക്കെ കേട്ടു. അപ്പോൾ അടുത്ത ദിവസം അമ്മ തന്നെ ഞാൻ പറഞ്ഞതനുസരിച്ച് ദേവരാജ മാസ്റ്റർ അടുത്ത് പോയി. ദേവരാജ മാസ്റ്റർ പറഞ്ഞു, അവനെ ഇനി ഇവിടെ കണ്ടുപോകല്ലോ എന്ന് പറഞ്ഞു. വലിയ സങ്കടമായി. ഞാൻ ചെന്നു, അപ്പോഴും പറഞ്ഞു, നിന്നെ ഇവിടെ ഇനി കണ്ടുപോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഗുരുനാഥനുമായിട്ട് ഇനി ജീവിതത്തിൽ കണ്ടുമുട്ടാൻ പറ്റില്ലെന്നും ഇത് ഒരു എൻഡ് ഓഫ് ദ റോഡാണെന്നും എനിക്ക് തോന്നിപ്പോയ ഒരു നിമിഷം. വല്ലാത്ത സങ്കടമായിരുന്നു. ഒരുപാട് നേരം തനിച്ചിരുന്ന് കരഞ്ഞ ഒരു മൊമെൻ്റാണത്. അപ്പോൾ അമ്മയോട് പിന്നെയും പറഞ്ഞ അമ്മ പിന്നെയും പോയി മാസ്റ്ററെ കാണാനായിട്ട്. അപ്പോൾ അവസാനം മാസ്റ്റർ സമ്മതിച്ചു, ശരി അവനെ കാണാം എന്നത് സമ്മതിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോകുന്നു. മാസ്റ്ററുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ക്ഷമിക്കണമെന്ന് പറയുന്നു, മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ മാസ്റ്റർ പറയുന്നു, സാരമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോയിട്ട് ഒരു പുസ്തകം അദ്ദേഹം എടുക്കുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഒരു പേജിൽ ഒരു ഫോട്ടോ ആണ്. പണ്ഡിറ്റ് രവിശങ്കറിനെ പറ്റി കേട്ടിട്ടുണ്ട്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസീഷ്യൻസ് ആയിരുന്നു. സിത്താർ വാദകനാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ മ്യൂസിക്കിനെ ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ വേൾഡിൽ പോപ്പുലറൈസ് ചെയ്തത്. അപ്പോൾ അത്രയും വലിയ ഒരു അന്നത്തെ കാലത്ത് തന്നെ ഗ്ലോബൽ മ്യൂസീഷ്യനായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ന്യൂയോർക്കിൻ്റെ സ്ട്രീറ്റ്സിലൂടെ ഞാൻ നടക്കുകയാണ്. ആ ഫോട്ടോ അതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിത്താർ ഒരു അമ്മ കുഞ്ഞിനെ എങ്ങനെ പിടിക്കുമോ ആ രീതിയിൽ ഈ മാറോട് ചേർത്ത് ആ സിത്താറിനെ ഇങ്ങനെ വളരെ സംരക്ഷിച്ചുകൊണ്ടാണ്, സെക്യൂറാക്കിക്കൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത് ന്യൂയോർക്കിൻ്റെ ആ സ്ട്രീറ്റ്സിലൂടെ, ആ തണുപ്പത്ത്. അപ്പോൾ മാസ്റ്റർ പറയാണ്, ഒരു മ്യൂസീഷ്യൻ തൻ്റെ ഉപകരണത്തെ ഏത് രീതിയിലാണ് സംരക്ഷിക്കേണ്ടതെന്നുള്ളത് ഈ ഫോട്ടോയിൽ നിന്ന് കണ്ടുപഠിക്കുക. ഇതൊരു വലിയ പാഠമായിരിക്കണം നിനക്ക്. നീയും നിൻ്റെ സംഗീതം നീ കിടാവിളക്ക് പോലെ നീ കൊണ്ട് നടക്കണം. നിനക്കുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ ആ രീതി തന്നെ തറയിൽ വയ്ക്കാതെ, മക്കളോട് എന്നുള്ള സ്നേഹം പോലെ ഒരമ്മ എങ്ങനെ മകനെയോ മകളെയോ മാറോട് ചേർക്കും, ആ സ്നേഹത്തോടു കൂടി തന്നെ ഈ ഇൻസ്ട്രുമെൻറ്റിനെ ആ രീതിയിൽ കാണണം എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ അത് ഇരുട്ടിൽ നിന്നുള്ള വെളിച്ചത്തിലേക്കുള്ള
ഒരു യാത്രയായിരുന്നു. തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്നത് ശരിക്കും ജീവിതത്തിൽ ഗുരുനാഥൻ്റെ നിന്ന് അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ചേട്ടാ ഇതിനകത്ത് ബോറടിക്കുന്നുണ്ടോ? അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ജയൻ ചേട്ടൻ ഇതിനകത്ത് പല സ്ഥലത്തും പല സംശയങ്ങളും മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്ന പല സംശയങ്ങളും ദേവരാജ് പപ്പനോട് ചോദിച്ച് അതിനൊരു ഉചിതമായിട്ടുള്ള ഉത്തരം കിട്ടിയതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഹമ്മിങ് അല്ലേ, അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളിലും ഹമ്മിങ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിൻ്റെയും ത്രിവേണി സംഗമം ആ പാട്ടിൻ്റെയും മോഹനം എന്നുള്ള രാഗം എന്തുകൊണ്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. അപ്പോൾ ജയൻ ചേട്ടൻ എന്തെങ്കിലും അദ്ദേഹം വിട്ടുപോയപ്പോൾ ഇത് ഞാൻ ചോദിക്കായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഇപ്പോഴും ഉണ്ടോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അതോ എല്ലാം സംശയങ്ങളെല്ലാം തീർത്തിരുന്നു? അതൊരു ആകാംക്ഷ. അല്ല, അന്നൊക്കെ അപർണ, എനിക്ക് തോന്നുന്നത് എനിക്ക് സംശയങ്ങൾ വേണ്ടിടത്തോളം ചോദിക്കാനുള്ള അറിവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് അറിവായി പോയി എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ നമ്മുടെ ജേണിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയുമല്ലോ. ഇന്നാണെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മാസ്റ്ററോട്. അപ്പോൾ പല പാട്ടുകളുടെയും ഞാൻ ഈണം ചെയ്തു വരുമ്പോഴത്തേക്കും ചില ഗട്ടറിൽ വീണ് കിടക്കും. പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് അറിയാൻ പറ്റാതെ വരും. അപ്പോൾ ഞാൻ ചുമ്മാതെങ്കിലും മാസ്റ്ററോട് മനസ്സുകൊണ്ട് ചോദിക്കും, മാസ്റ്റർ ഒന്ന് വന്ന് രക്ഷിക്കൂ, ഞാനിങ്ങനെ ഈ ഗട്ടറിലാണേ എന്ന് മാസ്റ്ററോട് പറയും. എവിടെ നിന്നറിയില്ല, എനിക്കൊരു വഴി കിട്ടും. ആ വഴി കിട്ടിയിട്ടുണ്ട്. ആ വഴി എനിക്ക് കിട്ടിയ ആ വഴിയിലൂടെ ഞാൻ നടക്കുമ്പോൾ പുതിയ വഴികൾ കാണുന്നുണ്ട്. ആ പുതിയ വഴികളിൽ ചില ഉദ്യാനങ്ങൾ അദ്ദേഹം തന്നെ കാണിച്ചു തരുന്നുണ്ട്. ആ ഉദ്യാനത്തിലെ പൂക്കളുടെ സുഗന്ധം, ആ സുഗന്ധത്തിൽ അദ്ദേഹത്തിൻ്റെയും ഒരു കയ്യൊപ്പ് ഉണ്ട്. അപ്പോൾ എൻ്റെ പാട്ടുകളിൽ പലതിലും ദേവരാജ മാസ്റ്ററെ കാണാൻ പറ്റും. ചേട്ടൻ അതുപോലെ ഇപ്പം ഞാൻ ദേവരാജ് ഭൂപ്പൻ്റെ അടുത്തും കുറച്ച് പാട്ടുകൾ പഠിക്കാൻ വലിയ ഭാഗ്യമുണ്ട്. ജയൻ ചേട്ടൻ എനിക്ക് കുറച്ച് പാട്ടുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടും പാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ചില സാമ്യങ്ങൾ, അതായത് ദേവരാജ് ഭൂപ്പൻ പറഞ്ഞു തരുമ്പോൾ വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുമായിരുന്നു. എന്തെങ്കിലും തെറ്റിച്ചാൽ പറയും, നിൻ്റെ മുത്തശ്ശന് ഇത് കേൾക്കണ്ട എന്നോട് പറയും, അങ്ങനെ ചീത്ത പറയുമായിരുന്നു. അപ്പോൾ വാക്കുകളിങ്ങനെ സംഗീതത്തിൽ മുറിഞ്ഞു പോകരുത്, എവിടെ മുറിക്കണം, അങ്ങനെ. അതേപോലെ ജയൻ ചേട്ടൻ പറഞ്ഞു തരുമ്പോൾ എനിക്ക് അതേ അനുഭവം തന്നെയാണ്. പാട്ടിൻ്റെ ആ വരികളുടെ അർത്ഥത്തിന് ഒരുപാട് അത് ഇപ്പോഴത്തെ പല സംഗീത സംവിധായകരിൽ നിന്നും ഇല്ലാത്ത ചിലവർക്കുണ്ട്, പക്ഷേ ജയൻ ചേട്ടൻ അത് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നുള്ള ആ ഒരു ശിക്ഷണത്തിൽ നിന്നാണോ അത് വന്നത്, അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു? മലയാളമായിട്ട് തന്നെ വേണ്ടേ? മംഗ്ലീഷായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷായിട്ട് സംസാരിക്കണ്ടേ? അതും മംഗ്ലീഷാവാൻ പാടില്ലല്ലോ, ഇല്ലേ? അതുപോലെ തന്നെ ഓരോ ലാംഗ്വേജിനും മലയാളം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയായതുകൊണ്ട് അമ്മ മലയാളം. എപ്പോഴും ഓർത്തോണം, നിങ്ങൾ മലയാളത്തിനെ സ്നേഹിക്കണം. അല്ലെങ്കിൽ പിന്നെ കേരളം എന്നുള്ള നാട്ടിൽ മലയാളം സംസാരിക്കാത്ത ആൾക്കാരായിട്ട് മാറും അടുത്ത ഒരു കാലത്ത്. ഞാനത് വിദൂരമായിട്ട് കാണുന്നില്ല. കാരണം ഒരുപാട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ അതിന് ഇടയിൽ കയറി വരും, ഇല്ലേ? നമുക്കൊരു സെൻറ്റൻസ് ഇപ്പം തന്നെ എനിക്ക് മനസ്സിൽ വന്ന കംപ്ലീറ്റായിട്ട് എന്ന് പറയാൻ തോന്നുന്നു. ഒരു സെൻറ്റൻസ് സമ്പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് തീർച്ചയായിട്ടും മലയാളികൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രയത്നങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഇത്തരുണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ, അപ്പോൾ ഇപ്പോഴെല്ലാം എനിക്ക് ഒരുപാട് ഇംഗ്ലീഷ് എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതല്ല, മലയാളത്തിൽ നിന്ന് മാറിപ്പോകുന്ന രീതികളിൽ നിന്ന് മാറാനായിട്ടുള്ള വലിയൊരു കാൽവയ്പ്പാണ് തീർച്ചയായിട്ടും ഈ ഹോർത്തൂസ് എന്നുള്ള ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിൽ പങ്കെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇറ്റ്സ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ, ഇറ്റ്സ് ഫോർ യു. അതാണ്. അപ്പോൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കോഴിക്കോട്ട് വണ്ടി കയറണം, ഒരൊറ്റ പോക്ക് പോകണം. അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്ത് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ചോദ്യം ഞാൻ മറന്നുപോയി. അല്ല, വാക്കുകളുടെ ആ ഒരു അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതി.
വളരെ സിമ്പിളായിട്ടുള്ള ഒരു കവിതയുണ്ട്. അത് ജി ശങ്കരക്കുറുപ്പ് സാറിൻ്റെയാണ്. ശ്രാന്തമമ്പരം നിതാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധ ക്ലേശ രോമന്ധം മമ സ്വാന്തം. എൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ ഇത് ദക്ഷിണാമൂർത്തി സ്വാമി ഒരു സിനിമയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ശ്രാന്തമമ്പരം നിതാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധ ക്ലേശ രോമന്ധം മമ സ്വാന്തം ശ്രാന്തമമ്പരം. ഇപ്പോൾ ശാന്തമായ അമ്പരം മീൻസ് ആകാശം. അപ്പം ശ്രാന്തം എന്ന് പറയുന്നത് ഞാൻ സാന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാന്ദ്രം എന്ന് പറഞ്ഞാൽ ഡെൻസ് എന്നർത്ഥം. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഷാ പ്രൊണൗൺസ് ചെയ്യുന്നത്, സാ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഞാൻ ശ്രേയമായിട്ട് പലപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ നിലാവേ നിലാവേ എന്ന് പാട്ട് കിട്ടുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറയുന്നു നിലാവേ നിലാവേ. അപ്പോൾ ശ്രേയ പാടും നിലാവേ നിലാവേ. അപ്പോൾ നീയാണ് അവരുടെ ഭാഷയിൽ അവർ പഠിക്കുന്ന നീ എന്നുള്ളത് ഇല്ല. അപ്പം ഞാൻ നനഞ്ഞു എന്ന് പറയുന്നു, നനഞ്ഞു. അപ്പോൾ അതിൽ നായുമുണ്ട് നായുമുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്? നമ്മുടെ ടങ്ങിൻ്റെ പൊസിഷൻ എങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു വാക്ക് പ്രൊണൗൺസ് ചെയ്യുന്നത്? അതുപോലെ ഈ സംസ്കൃതത്തിൻ്റെയും മലയാളത്തിൻ്റെയും ഒരു വലിയൊരു ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൂടെ ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മുടെ ക ച ഡ ത അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഭാഗ്യം. ശരി. അപ്പോൾ ഈ ക അതിൽ ക ഖ ഗ ഗ ങ അത് വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മൾ പ്രൊണൗൺസ് ചെയ്ത് നോക്കൂ. ക ഖ ഗ ഖ ങ. ഇറ്റ് ഈസ് ഫ്രം ഇൻസൈഡ്, ഇറ്റ് ഇസ് കമ്മിങ്. അപ്പോൾ ഫോണറ്റിക്സ് അനുസരിച്ച് ലോകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോറ്റ ലാംഗ്വേജ് സാൻസ്ക്രിറ്റാണ്. അതിൽ നിന്നാണ് നമ്മുടെ മലയാളം ഉരുത്തിരിയണമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക ഖ ഗ ഫ്രം ഇൻസൈഡ്. അടുത്തത് ക ചായാണ്. ച കുറച്ചും കൂടെ മേലോട്ട് വരും. ച ഛ ജ ഛ ഞ. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ മേളിലോട്ട് വരും. ഡ ഠ ഡ ഠ ണ. ത ഥ ദ ഥ ന. പ പ ബ ഭ മ. ഞാൻ പറഞ്ഞ് മനസ്സിലായി? അപ്പോൾ ഇറ്റ് കംസ് ഫ്രം ഇൻസൈഡ് ആൻഡ് ഗോസ് ഔട്ട്സൈഡ്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ അനാറ്റമിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന സിലബിൾസാണ് ഏത് ലാംഗ്വേജിലുള്ളത്? ABCDEFGയിലല്ല, സാൻസ്ക്രിറ്റിലുള്ളത്. അതാണ് നമ്മുടെ ഒരു സംസ്കാരം, ഒരു വലിയൊരു സംസ്കാരമാണ്. അപ്പോൾ അതിനെ ഇപ്പോൾ പല ആൾക്കാരും പല ജാതി മത മറ്റുള്ള മനുഷ്യൻ തീർത്തിരിക്കുന്ന മതിൽക്കെട്ടുകളുമായിട്ട് ഈ ലാംഗ്വേജസിനൊക്കെ ബന്ധപ്പെടുത്തുന്നുണ്ട്. അതൊന്നും ഒരു കാര്യമല്ല എൻ്റെ അഭിപ്രായത്തിൽ. അതൊന്നും അല്ല മാറ്റർ. പക്ഷേ ഇതിൻ്റെ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകം, നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ ഹെറിഡിറ്റി അത് മനസ്സിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ ഇതുപോലുള്ള വാക്കുകൾ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ രീതിയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ മലയാളത്തിൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ അരികെ എന്ന് പറയുമ്പോൾ അരികെ എന്ന് പാടിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് അരികെയല്ല, അല്ലേ? മലയാളം അങ്ങനെ ഞാൻ ആരെയും കളിയാക്കുകയല്ല കേട്ടോ. മലയാളമായിട്ട് തന്നെ പാടട്ടെ, മലയാളമായിട്ട് സംസാരിക്കട്ടെ. അതിൽ ഇംഗ്ലീഷ് കലർത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധാലുക്കൾ ആവേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിത് നിർത്തുന്നു. താങ്ക് യു. ആഴക്കടൽ പോലെയുള്ള സംഗീതത്തിൽ ദേവരാജൻ മാസ്റ്ററിൽ നിന്ന് ഉൾക്കൊണ്ട ഏറ്റവും വലിയ സംഗീത പാഠം എന്തായിരുന്നു സാറ്? ഞാൻ ആരുമല്ല എന്നുള്ള പാഠമാണ് ദേവരാജൻ മാസ്റ്റർ എനിക്ക് പഠിപ്പിച്ചത്. ഞാൻ ആരുമല്ല. മാസ്റ്റർ പറയുന്നു ഞാൻ ആരുമല്ല. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഓരോ ഈണങ്ങളും മാസ്റ്റർ പറയും നിനക്ക് കിട്ടുന്ന ഒരു ഈണം അത് നിൻ്റേതല്ല, അത് യു ആർ എ ചോസൺ മീഡിയം ഓഫ് എക്സ്പ്രഷൻ. അത് മാത്രമാണ് നീ. സോ യു ഷുഡ് റിസീവ് ആൻഡ് ട്രാൻസ്മിറ്റ്. അത്രേ ഉള്ളൂ. ഇതെവിടെ നിന്ന് റിസീവ് ചെയ്യുന്നു? ആ എനർജിയെ,
ആ പ്രകാശത്തെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം. ഇതാണ്. അപ്പം ഞാൻ ആരുമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ആളാണ് എൻ്റെ ഗുരുനാഥൻ. സംവാദം ഏതാണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. കാലം നിക്ഷേപിക്കപ്പെട്ട ഒരു രൂപമാണ് പുസ്തകമെങ്കിൽ അതിന് എല്ലാ അർത്ഥത്തിലും യോഗ്യമായ കൃതിയാണ് വരിക ഗന്ധർവ ഗായക. ഇത്രമേൽ ആത്മാർത്ഥമായ ഒരു ഗുരുദക്ഷിണ ഒരു ശിഷ്യനും ലോകത്ത് ഇന്നേ വരെ ഗുരുവിന് സമർപ്പിച്ചിട്ടുണ്ടാവില്ല. പുസ്തകത്തെയും അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തെയും മുൻനിർത്തി നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. വളരെ ചുരുക്കി ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം. പുസ്തകത്തിനെക്കുറിച്ചല്ല, എന്നാലും സംഗീതം സംവിധാനം ചെയ്യുമ്പോൾ വാക്കുകളുടെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ വാക്കുകളില്ലാതെ സംഗീതം സംവിധാനം ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ചിലപ്പോൾ സംഗീതം ആദ്യം കോണ്ടെക്സ്റ്റ് മാത്രം തന്നിട്ട് സംഗീതം ഉണ്ടാക്കാൻ പറയുമ്പോൾ ആ വാക്കുകളില്ലാതെ സംഗീതം സംവിധാനം ചെയ്യുന്ന ആ പ്രോസസ്സ് അതെങ്ങനെയാണ്? ഒരു വെരി പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം. താങ്ക് യു മാഡം. മ്യൂസിക് ഇസ് യൂണിവേഴ്സൽ. മ്യൂസിക്കാണ് യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പം മ്യൂസിക് ഓൾ ബൈ ഇറ്റ് സെൽഫ് ഒരു ലാംഗ്വേജാണ്. നമ്മൾ എഴുതുന്ന നൊട്ടേഷൻസാണ് അതിൻ്റെ ആൽഫബറ്റ്സ്. അപ്പോൾ മ്യൂസിക് എങ്ങനെ വരുന്നു എന്നുള്ളത്, ഇപ്പോൾ മാഡം ചോദിച്ചതിന് ഉത്തരം എന്ന് പറയുന്നത് മ്യൂസിക് എങ്ങനെ വരുന്നു എന്നുള്ളത് അത് തിരിച്ചറിയാൻ ഇതുവരെയും എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഐ എം ഫോർച്ചുനേറ്റ് ദറ്റ് ഐ എം എ ചോസൺ മീഡിയം ഓഫ് എക്സ്പ്രഷൻ. അപ്പോൾ അത് പ്രത്യേകിച്ചും ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫിലിം കാണുന്നു. അതിൽ ഇന്ന ഇടം മുതൽ ഇന്ന ഇടം വരെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണം. പക്ഷേ അതിൽ ലിറിക്സ് ഇല്ലല്ലോ, അത് മ്യൂസിക്കലാണ്. അപ്പോൾ മ്യൂസിക്കലി എങ്ങനെ ഇമോഷൻസ് കൺവേ ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ മ്യൂസിക് പഠനവും നമ്മുടെ എക്സ്പീരിയൻസും ഈ സിനിമാറ്റിക് ഗ്രാമറുമായിട്ട് നമ്മളെങ്ങനെ അതിനെ ചേർത്ത് വയ്ക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഇന്ധനം ഉണ്ടാക്കുന്നു, ആ രീതിയിലാണ് അത് ഉരുത്തിരിയുക. സോ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പഠനമായ എൻ്റെ മോൻ്റെ അടുത്ത് അവൻ നന്നായിട്ട് പ്രോഗ്രാം ചെയ്യും. അപ്പോൾ അവനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മോനെ മ്യൂസിക് പഠിക്കൂ, കുറച്ചും കൂടെ പഠിക്കൂ. അപ്പോൾ അവൻ പറയും, ഇല്ല ഞാൻ ഏത് കീയിൽ ഞെക്കിയാലും ഒരു ശബ്ദം കേൾക്കണമുണ്ട്, പിന്നെ ഞാനിതൊരു മ്യൂസിക് പഠിക്കണം എന്ന് ചോദിക്കും. അങ്ങനെയല്ല, നമ്മൾ പഠിക്കണം. എന്താണ് മ്യൂസിക് മാത്രമല്ല, എന്താണെങ്കിലും പഠിക്കുന്നതാണ് പിന്നെ നമ്മുടെ എക്സ്പ്രഷനായിട്ട് ഒരു ആർട്ടിൽ വരുന്നത്. അതാണ് എൻ്റെ ഉത്തരം. വരാം. താങ്ക് യു. യെസ്. ഞാനിതുവരെ എനിക്ക് പ്രിയപ്പെട്ട ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ പാട്ടുകൾ അല്ല പ്രിയപ്പെട്ടത്. അതാണ് എൻ്റെ സത്യം. സത്യമായിട്ടാണ് പറയേണ്ടത്, വെറുതെ പറയാൻ പാടില്ലല്ലോ. പിന്നെ ചില പാട്ടുകൾ ചില മൊമെൻറ്റ്സ് ഇൻ ലൈഫുമായിട്ട് ചിലത് ബന്ധപ്പെട്ട് കിട്ടും. ഇപ്പോൾ അമ്മ മഴക്കാറിന് കണ്ണ് നിറഞ്ഞു എന്നുള്ള പാട്ട് എൻ്റെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലുള്ള ബന്ധങ്ങളുള്ള എൻ്റെ അനുഭവങ്ങളായിട്ട് ബന്ധങ്ങളുള്ള അത്തരം പാട്ടുകൾ എപ്പോഴും അത് എൻ്റെ കോമ്പോസിഷൻ ആയതുകൊണ്ടല്ല, അതിൽ ഉൾക്കൊണ്ട പല ഇമോഷൻസ് കാരണമാണ്. താങ്ക് യു. ആദ്യം തന്നെ നമസ്കാരം സാർ. ഞാൻ വലിയൊരു ആരാധകയാണ്. അതോ സാർ ഇന്ന് വരുന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയതാണ് ഞാൻ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫ്രണ്ടിൽ. ഒരുപാട് ക്ഷീണിച്ചോ? ഇല്ല, ആദ്യം തൊട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും. എൻ്റെ പേര് മാളവിക. ഹലോ മോളെ. താങ്ക് യു സാർ. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സംഗീത സംവിധായകരിൽ നിന്ന് ഈ ഒരു എഴുത്തുകാരനിലേക്കുള്ള ഒരു യാത്ര സാർ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇരിക്കും. എല്ലാവർക്കും മനസ്സിലുള്ളത് പറയാൻ പറ്റണമെന്നില്ല. നമുക്ക് മനസ്സിൽ പല കാര്യങ്ങളുണ്ട്. അതെപ്പോഴും അതേ രീതിയിൽ വാക്കുകളിലൂടെ കൺവേ ചെയ്യാൻ പറ്റുമോ? ഇല്ല. വാക്കുകളിലൂടെ നമുക്ക് പറയാൻ പറ്റിയാൽ അതങ്ങനെ എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ടേംസ് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. അപ്പോൾ ഈ ഇൻപുട്ടും, അതായത് എൻ്റെ മനസ്സിലുള്ളത് വാക്കുകളിൽ വരിക,
വാക്കാണ് ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് മനസ്സാണ്, മനസ്സിൻ്റെ ചിന്തയാണ്. അപ്പോൾ ആ ചിന്തയെ കൃത്യമായിട്ട് അക്ഷരങ്ങളാലും അക്ഷരങ്ങളിലൂടെ ഇമോഷൻസായിട്ടും പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു എഴുത്തുകാരന്, അതാണ് എഴുത്തിൻ്റെ ഒരു കല എന്ന് പറയുന്നത്. അപ്പോൾ ആ എഴുത്തുകാരനിലേക്ക് ഒരു യാത്ര വേണം എന്നുള്ള ആഗ്രഹത്തിലല്ല, ഞാൻ ഒരു ആക്സിഡൻ്റലി ഒരു റൈറ്ററായി മാറിയതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇപ്പോൾ ഞാൻ എഴുത്തിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ വാക്കുകളും എൻ്റെ ചിന്തകളും തമ്മിലുള്ള അന്തരം ഇതിനകത്ത് വരത്തിൽ നിന്നും മാക്സിമം ഒരു 20% നമുക്ക് വിട്ട് കളഞ്ഞാലും ഒരു 80% എനിക്ക് അത് അതിൻ്റെ പ്രതിഫലനങ്ങൾ, എൻ്റെ ചിന്തയുടെ പ്രതിഫലനങ്ങളായിട്ട് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ലാംഗ്വേജ് കമാൻഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഒരു ലാംഗ്വേജിൽ നമുക്ക് ഉള്ള കമാൻഡ്, അത് ആ ലാംഗ്വേജും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഗിരീഷ് പുത്തഞ്ചേരി അറിയാമല്ലോ. അപ്പോൾ ഗിരീഷേട്ടനാണ് ശരിക്കും എനിക്ക് ഒരു മലയാളം അധ്യാപകനായിട്ട് മാറിയിട്ടുള്ളത്. ഗിരീഷേട്ടൻ എപ്പോഴും പറയും, നമ്മുടെ കമ്പോസിങ് സെഷനിലൊക്കെ പറയും, നീ ഒരു പുസ്തകമായിട്ട് വാ, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഗിരീഷേട്ടൻ്റെ ശിഷ്യനായിട്ട് ഇരുന്ന് എഴുതി. ഗിരീഷ് വഴക്കൊക്കെ പറയും. അപ്പോൾ വഴക്കൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ട് അങ്ങനെ മലയാളത്തിലേക്ക് കൂടുതൽ ആഗ്രഹം എന്നിൽ വളർത്തിയത് തീർച്ചയായിട്ടും ഗിരീഷേട്ടനാണ്. ഇന്നത്തെ സംസാരത്തിലൂടെ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും മലയാളത്തിനോട് കൂടുതൽ സ്നേഹം വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. Sir, can you tell who inspired you to pursue a music field and all? Who inspired you to pursue that field? Was there an inspiration? Yeah. I think it's been a very long journey. So there are countless inspirations. I cannot pinpoint on one or two. Like Devarajan Master, there has been M.B. Srinivasan sir, Balamurali sir, Yesudas sir, and all the great legends like Mozart, Beethoven, Tchaikovsky, Tyagaraja Swamigal, Dikshitar, Shyama Shastri, then of course Ilayaraja sir, and S.D. Burman, R.D. Burman, and all those Madan Mohan, and all those great music composers of yesteryears. So I cannot pinpoint on somebody and say this is my inspiration, sole inspiration. No. Second Inspiration from time to time. Can I ask one It is more a journey. question? Yeah. Sir, like, who are your musical influencer? Like, is there somebody like that for you? In my family? Yeah. Yeah. Yes, sir. Both my father and mother, they used to sing very well. Sir, the musics which you have composed, in that which is your favorite one? That was what I was telling her, that I am yet to compose my favorite song of mine. Okay? When I am able to do that, I shall tell you. Okay? Right. Thank you, sir. Thank you. എനിക്ക് അപർണ മാമിനോടാണ് ചോദ്യം. മാഡത്തിൻ്റെ മുത്തച്ഛനുമായിട്ടുള്ള ഓർമ്മകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മ എന്താണ്? അപർണ എന്ന് വിളിച്ചാൽ മതി എന്നെ. ഏറ്റവും പ്രിയപ്പെട്ടായിട്ട് ഒരു ഓർമ്മയായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. മുത്തശ്ശനായിട്ട് ഞാൻ, എൻ്റെ അമ്മയും അച്ഛനും ഞാനും മുത്തശ്ശനും അച്ഛനും ഞങ്ങൾ ഒരുമിച്ചൊരു വീട്ടിൽ അങ്ങനെ കുടുംബ ആ ഒരു രീതിയിലാണ് ഞാൻ വളർന്നിരിക്കുന്നത്. അപ്പം ഞാൻ അമ്മയും അച്ഛനും ഞാൻ ചെറുതാകുമ്പോൾ തൊട്ട് കാണുന്ന പോലെ എൻ്റെ ഓർമ്മയിലുള്ളതാണ് മുത്തശ്ശനും അച്ഛമ്മയും. ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോൾ മുത്തശ്ശൻ ഞങ്ങളുടെ കൂടെ കുഞ്ഞിതാകുമ്പോൾ മുത്തശ്ശൻ എന്നെ കൂടാതെ 2 പേരക്കുട്ടികളുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ലൂഡോ പോലത്തെ കളികളും അതൊക്കെ ആ സമയത്തുള്ള വളരെ പ്രിയപ്പെട്ട ഓർമ്മകളാണ്. പിന്നെ ഞാൻ എപ്പോഴും എന്നെ ഒരു ഓർമ്മ പറയാം. ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ കാണുമ്പോൾ എപ്പോഴും മുത്തശ്ശനിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശനാണ്, അല്ലാതെ എന്താണ് എന്നുള്ളത് ആ ഒരു മഹത്വം നമുക്കന്ന് അറിയാനുള്ള ഒരു പ്രായമായിട്ടില്ല.
അപ്പോൾ മുത്തശ്ശൻ എഴുതുന്നു, അപ്പോൾ ഞാനും കുറച്ച് എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു 7-8 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മുത്തശ്ശൻ എഴുതുന്ന പോലെ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ടൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് കുഞ്ഞു കുഞ്ഞു കവിതകൾ പോലെ എഴുതിയിട്ട് മുത്തശ്ശന് തന്നെ ആദ്യം കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശൻ തിരക്കിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതൊന്നും ഞാൻ കാര്യമാക്കാതെ പോയിട്ട് മുത്തശ്ശൻ ഇത് എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ട് കാണിക്കും. അപ്പോൾ അത് കണ്ടിട്ട് മുത്തശ്ശൻ വളരെ കാര്യമായിട്ടിരുന്ന് ഇതിന് പകരം നമുക്ക് ഇത് ഈ വാക്കെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു വേണ്ട അബദ്ധമാണ് എന്നുള്ള രീതിയിൽ പിന്നെ ഞാനത് മാറ്റി. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ എൻ്റെ ബാല്യകാലത്തെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മനോഹരമായിട്ടുള്ള മധുരമായിട്ടുള്ള ഓർമ്മകളിൽ ഒന്നാണ്. അതാണ് ONV സാറിന് കവിത എഴുതി കൊടുത്ത ആളാണ്. This moment is a testament to the hard work, creativity, and dedication of everyone involved in bringing these pages to life. The collective efforts have resulted in a publication that we all immensely proud of. Each article, each design, and each photograph reflects not only your expertise, but also your passion for storytelling and communication. We proudly present Saha, the manuscript magazine of the English Literature batch of 2023-26, and the Communicative Journal, the manuscript magazine of the Communicative English batch of 2023-26. We request our honorable guests to officially release the magazines. I also request Dr. Kuku Savior, in charge, and Dr. Dayanavi Prakash, who was our inspiration behind this creative venture, to share this stage. നമസ്കാരം. വിഷ്വൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ, നമ്മളുടെ ജീവിതം മുഴുവൻ സ്ക്രോളിങ്ങിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഗാനത്തെപ്പറ്റി, ജീവിതത്തെപ്പറ്റി, പുസ്തകങ്ങളെപ്പറ്റി എല്ലാം ചർച്ച ചെയ്തു. ഇതിനൊരു അവസരം തന്നതിന് മലയാള മനോരമ ടീം അംഗങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളുടെ ഹോർത്തൂസ് വായന എന്ന സംരംഭം എല്ലാ വിജയങ്ങളും നേരട്ടെ എന്ന് ആശംസിക്കുന്നു.